എടാ മോനെ രംഗണ്ണനും പിള്ളേരും ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ് പടം. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആറാട്ടെന്ന് തന്നെ പറയാം. ആ രീതിയിൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ പുള്ളിയുടെ ഇനിയിപ്പോൾ പുഷ്പ 2 ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ അപ്പുറമായിരിക്കും. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഹിപ്സ്റ്റർ മിഥുൻ എന്ന് പറയുന്ന ആ പയ്യൻ, അതേപോലെ തന്നെ വേറൊരു പയ്യനുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സുജിൻ ഗോപി, ഇവരൊക്കെ നല്ല തകർത്തായിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. ശരിക്കും നമ്മളെ ഞെട്ടിച്ച് എടാ മോനെ എന്ന് പറഞ്ഞ് ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രത്തോളം എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. എന്തൊക്കെയാലും വേറെ ഒന്നുമല്ല, നമ്മളിപ്പം കുറേ ആടുജീവിതം അതേപോലെയുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള മൂവികളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു പടം തന്നെ ആയിരിക്കും. ഇൻ്റർവെൽ വരെ സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഉഗ്രനായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, കിടിലം. പെരുന്നാൾ ആവേശം തൂക്കും. പിന്നെ ആവേശം തൂക്കും. ആടുജീവിതവും ഇനി തൂക്കും. ആടുജീവിതത്തിന് ഇപ്പോൾ ആൾ കയറി തുടങ്ങിയല്ലേ. അപ്പോൾ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആഗ്രഹിക്കുന്നവർ ശരിക്കും വന്ന് ടിക്കറ്റ് എടുക്കുക. രംഗണ്ണനെയും പിള്ളേരെയും കാണണോ? രംഗണ്ണൻ വന്നാൽ മതി, അടിപൊളി. ഇനിയാണ് രംഗണ്ണൻ്റെ യഥാർത്ഥ കഥ. ഇൻ്റർവെല്ലിന് ശേഷമായിരിക്കും. അടിപൊളിയായിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് എടുത്ത് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാടാ? രംഗണ്ണ അങ്ങനെ ഉണ്ട്. എടാ മോനെ പറയണ മോനെ കൊള്ളാം. നിനക്ക് ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? നമ്മൾ ഇത്രയും നാൾ കാണാത്തൊരു ഫഹദ് ഫാസിൽ എങ്ങനെ അതേപോലെ പടം എന്ന് പറഞ്ഞാൽ വേറെ വൈബാ. ഫെസ്റ്റിവൽ മൂഡ് അകത്തെന്ന് പറഞ്ഞാൽ സ്വരം പോയി ഫസ്റ്റ് ഹാഫിൽ തന്നെ. സെക്കൻഡ് ഹാഫ് വേറെ വൈബായിരിക്കും. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിനനുസരിച്ചിട്ട് പുതിയ റോഷൻ്റെ ഫ്രണ്ടാണ്. റോഷൻ ആയാലും ബാക്കി ഹിപ്സ്റ്റർ ആയാലും അവരെല്ലാം തന്നെ എല്ലാവരും പക്കയാണ്, ഒരു രക്ഷയില്ല. നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ BGM ആയാലും എല്ലാം നമ്മൾ കേൾക്കാത്ത കുറേ പാട്ടുണ്ട് ഇതിനകത്ത്. അത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊളിപ്പടം. ഇതുവരെ കാണാത്തെന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത രീതിയിലാണ് എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ് പടം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാണുമ്പോൾ മനസ്സിലാവും. സൂപ്പർ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് പൊളി തീയായിരുന്നു, ഒരു രക്ഷയില്ല. രംഗണ്ണന്റെ കോസ്റ്റ്യൂമിലാണല്ലോ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ഫൈറ്റും BGM എല്ലാം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ആക്ഷൻ കോമഡി കൊള്ളാം, നൈസാണ് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നല്ല, ഫഹദ് ഫാസിലിനെ ഇതുവരെ കാണാത്ത എല്ലാവർക്കും വൈബ് സെറ്റ് ആവുന്നില്ല. നമ്മൾ പിള്ളേർ സെറ്റ് ആവും. ഫഹദ് ഫാസിലിനെ ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പാണല്ലോ സിനിമയിൽ. എങ്ങനെയുണ്ട്? കൊള്ളാം, നൈസാണ്. ഒരു സൈക്കിക് ക്യാരക്ടറാണ്. BGM കാര്യങ്ങളൊക്കെ ചിത്രത്തിൽ നൈസാണ്. മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. രോമാഞ്ചത്തിന് ശേഷം വരുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായും പൊളിയായിട്ട് വന്നിട്ടുണ്ട്.